കോളിവുഡ് ആക്ടറും ടി.വി.കെ പാർട്ടിയുടെ നേതാവുമായ വിജയ്ക്കെതിരായി അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീത വിജയ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. സംഗീത നൽകിയ പരാതി അനുസരിച്ച് വിജയ്ക്ക് പരസ്ത്രീ ബന്ധമുള്ളതും വിജയ് സംഗീതയോട് ക്രൂരത പ്രവർത്തിച്ചിട്ടുള്ളതുമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് പരസ്പര സമ്മതത്തോടുകൂടി അല്ലാത്ത ഡിവോഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംഗീത കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേസ് നടക്കുന്ന സമയത്തും കേസ് കഴിഞ്ഞതിന് ശേഷവും വിജയിൽ നിന്നും ജീവനാംശം കിട്ടണം എന്നുള്ള ആവശ്യവും സംഗീത മുന്നോട്ട് വച്ചിട്ടുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് അഥവാ SMA ആക്ട് സെക്ഷൻ 27 ക്ലോസ് 1 ക്ലോസ് എ 1 ക്ലോസ് ബി 1 ക്ലോസ് ഡി കൂടാതെ SMA ആക്ട് സെക്ഷൻ 36 ആൻഡ് 37 എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് സംഗീത വിജയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. വിജയ്ക്കെതിരായി സംഗീത ബോധിപ്പിച്ചിരിക്കുന്ന പരാതിയിലെ പ്രൊവിഷൻസ് ഓരോന്നായി ഒന്ന് പരിശോധിച്ച് നോക്കാം. SMA ആക്ട് സെക്ഷൻ 27 ക്ലോസ് 1 ക്ലോസ് എ അനുസരിച്ച് വിവാഹിതനായ ഒരു വ്യക്തി വിവാഹത്തിന് ശേഷം താല്പര്യപൂർവ്വം മറ്റൊരു സ്ത്രീയുമായി സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടാൽ ഭാര്യയ്ക്ക് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ കഴിയും. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ സെക്ഷൻ അഥവാ SMA ആക്ട് 27 ക്ലോസ് 1 ക്ലോസ് ബി അനുസരിച്ച് ഒരു വ്യക്തി വിവാഹത്തിന് ശേഷം തന്റെ പങ്കാളിയെ മനഃപൂർവ്വം 2 വർഷത്തോളം പിരിഞ്ഞു താമസിക്കുന്നുവെങ്കിൽ അഥവാ ഈ ഹർജി ഫയൽ ചെയ്യുന്നതിന് തൊട്ടു മുൻപായി 2 വർഷത്തോളമെങ്കിലും പിരിഞ്ഞു താമസിക്കുകയാണ് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് താമസിക്കുകയാണെങ്കിൽ പങ്കാളിക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ കഴിയും. ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ വകുപ്പാണ് SMA ആക്ട് സെക്ഷൻ 27 ക്ലോസ് 1 ക്ലോസ് ഡി എന്നത്. ഈ വകുപ്പ് അനുസരിച്ച് ഭർത്താവ് ഭാര്യയോട് ക്രൂരത പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ജില്ലാ കോടതിയിൽ നിന്നും ഡിവോഴ്സ് ഫയൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ പ്രൊവിഷനായ SMA ആക്ട് 36 അനുസരിച്ച് ഡിവോഴ്സ് കേസ് പെൻഡിംഗിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ജീവനാംശം ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. ഡിവോഴ്സ് പെറ്റീഷൻ നിലനിൽക്കുന്ന സമയത്ത് തന്നെ സംഗീതയ്ക്ക് വിജയ് ജീവനാംശം നൽകണമെന്നുള്ള ആവശ്യമാണ് സംഗീത മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷവും വിജയിൽ നിന്നും തനിക്ക് ജീവനാംശം കിട്ടണമെന്നുള്ള ആവശ്യമുള്ളതുകൊണ്ടാണ് സംഗീത SMA ആക്ട് 37 കൂടി ഈ ഹർജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിലെ ആരോപണങ്ങൾ സത്യമാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾക്ക് എതിരായ ഒബ്ജക്ഷൻ എത്രയും വേഗം വിജയ് ഫയൽ ചെയ്യുകയും ചെയ്യും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.